തീ അണയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, അവസാനവട്ട ശ്രമം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തീ ഇപ്പോൾ അണച്ചിട്ടുണ്ട് ഏതാണ്ട്. പുക പക്ഷേ മുകളിലേക്ക് ഉയരുകയാണ്. ആശങ്കയുടെ ഒരു സമയം ഇപ്പോൾ അവസാനിച്ചു എന്ന് പറയാൻ കഴിയും. അത് ആശ്വാസകരമായിട്ടുള്ള കാര്യവുമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, തൊട്ടപ്പുറത്ത് കെട്ടിടമുണ്ട്, വീടുണ്ട്, മാത്രമല്ല മെട്രോ ഇതിന് നേരെ മുകളിലാണ് മെട്രോ കടന്നു പോകുന്നത്. അതുകൊണ്ട് ഇത് വലിയൊരു ബ്ലാസ്റ്റിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിൽ വലിയൊരു തീപിടുത്തത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നെങ്കിൽ മറ്റു പലയിടങ്ങളിലേക്കും അത് വ്യാപിക്കുകയായിരുന്നു. മാത്രമല്ല തൊട്ടടുത്ത് തന്നെ പെട്രോൾ പമ്പുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. പെട്രോൾ പമ്പ് തൊട്ടപ്പുറത്താണ്. അപ്പുറത്തും ഒരു പെട്രോൾ പമ്പുണ്ട്. അതിനപ്പുറത്താണ് ടൗൺ ഹാള്. നഗരഹൃദയമാണ്. അവിടെയാണ് ഈ തീപിടുത്തമുണ്ടായത്. 3 മണിയോടുകൂടി തീപിടുത്തമുണ്ടായി. ഉടൻ തന്നെ വിവരങ്ങൾ ഫയർഫോഴ്സ് യൂണിറ്റുകളിലേക്ക് അറിയിച്ചു. 6 ഫയർ സ്റ്റേഷനുകളിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇവിടെ എത്തി. 9 ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് എത്തിയത്. അതിനുശേഷം തീയണയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി. ഏകദേശം ഒരു 2-2.5 മണിക്കൂറോളം നീണ്ട വലിയ പരിശ്രമത്തിനൊടുവിലാണ് ഇപ്പോൾ തീ ഏതാണ്ട് നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നത്. പക്ഷേ എങ്കിലും ഇപ്പോഴും ഉള്ളിൽ നിന്ന് ചെറിയ സ്പാർക്ക് ഉണ്ടാകുന്നുണ്ട്. അത് അണയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് പുക മുകളിലേക്ക് ഉയരുന്നുണ്ട്. ഇതാണിപ്പോൾ നിലവിൽ ഇവിടുത്തെ സ്ഥിതി. എന്തായാലും ഷോപ്പ് ഓണർ അടക്കം പറഞ്ഞത്, KH ഹാരിസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം പറഞ്ഞത് ഇത് ഒരുപക്ഷെ മോഷണ ശ്രമത്തിന്റെ ഭാഗമായിട്ട് ആരെങ്കിലും അകത്ത് കയറുകയും ലൈറ്റർ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാകാം ഇതിനു മുൻപും ഇത്തരത്തിൽ മോഷണ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം പരിശോധിക്കേണ്ടതായിട്ടുമുണ്ട്. എന്തായാലും ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കില്ല അല്ല എന്നതാണ് ഷോപ്പ് ഓണർ അടക്കം കടയുടമ അടക്കം പറയുന്നത്. എന്തായാലും ഇതിൽ വിശദമായിട്ടുള്ള പരിശോധന ആവശ്യമാണ്. പ്രത്യേകിച്ചും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ യൂസ്ഡ് ഫർണിച്ചർ ഷോറൂമിൽ ഉണ്ടാകുന്ന തീ അത് മറ്റ് ഇടങ്ങളിലേക്ക് വ്യാപിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നം അതായിരുന്നു നഗരത്തെ സംബന്ധിച്ചിടത്തോളം, നഗരവാസികളെ സംബന്ധിച്ചിടത്തോളമുള്ള ആധിയും ഒക്കെ തന്നെ. അത് ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമായും അവസാനിച്ചു എന്ന് തന്നെ പറയാം. കാരണം വളരെ വേഗത്തിൽ തന്നെ ഈ ഒരു ഇടപെടൽ നടത്തി. അതിനോട് സഹായകരമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഇത് നഗരഹൃദയത്തിലാണ്. മാത്രമല്ല ഇവിടേക്ക് വേഗത്തിൽ എത്തിപ്പെടാൻ കഴിയുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. അതുകൊണ്ട് ഫയർഫോഴ്സ് യൂണിറ്റിന് ഈ കടയുടെ തൊട്ട് മുന്നിൽ വരെ എത്തി അകത്തേക്ക് ഓസ് ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ നീക്കാം. അല്ലാതെ ബ്ലോക്കോ അല്ലെങ്കിൽ ഇടുങ്ങിയ റോഡോ പാതയോ ഒന്നുമല്ല. അത് വേഗത്തിൽ തന്നെ ചെയ്യാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇത് വേഗത്തിൽ ശമിപ്പിക്കാൻ കഴിഞ്ഞത് എന്ന കാര്യവും എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ തീ ഏതാണ്ട് പൂർണ്ണമായും അണഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അതിന്റെ ശ്രമങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും പുക മുകളിലേക്ക് ഉയരുന്നുണ്ട്. തൊട്ടടുത്ത് കൊച്ചി മെട്രോ, തൊട്ടപ്പുറത്ത് 2 പെട്രോൾ പമ്പുകൾ, അതിനിപ്പുറത്ത് ടൗൺ ഹാള്, അങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. മാത്രമല്ല ഒരു ഫ്ലാറ്റ് ഉണ്ട്, ഒരു വീടുണ്ട്, അത്തരം കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അതുകൊണ്ടാണ് ഇത് ഒരു ആദ്യഘട്ടത്തിൽ വലിയ ആശങ്ക ഉണ്ടായത്. എന്തായാലും വേഗത്തിൽ വാഹനങ്ങൾക്ക് എത്താൻ കഴിഞ്ഞു. നമുക്കിപ്പോൾ കാണാം, ഇവിടെ തീപിടുത്തം ഉണ്ടാകുന്ന സ്ഥലത്താണെങ്കിൽ തൊട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ് ഫയർഫോഴ്സ് യൂണിറ്റ്. ആ ഫയർഫോഴ്സ് യൂണിറ്റിന് ഓസ് ഉപയോഗിച്ചുകൊണ്ട് ഈ തീ പിടുത്തമുണ്ടായ സ്ഥലത്തേക്ക് വേഗത്തിലെത്താൻ കഴിഞ്ഞു എന്നത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ആ ഒരു ഈസി ആക്സസ് ഉണ്ടായത് കൊണ്ട് തന്നെ വേഗത്തിൽ തീയണയ്ക്കാൻ കഴിഞ്ഞു എന്നതും എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. പക്ഷേ അപ്പോഴും അകത്ത് തീ ചെറിയ തോതിലുള്ള സ്പാർക്കുകൾ ഉണ്ടാകുന്നുണ്ട്. അത് കൂടി അണച്ചാൽ ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നാണ് ഫയർഫോഴ്സ് യൂണിറ്റ് അടക്കം വ്യക്തമാക്കുന്നത്. വലിയ നാശനഷ്ടം എന്തായാലും ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ കാരണം കണ്ടെത്തേണ്ടതായിട്ടുമുണ്ട്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വരും മണിക്കൂറുകളിൽ കണ്ടെത്തും എന്നതാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക. എന്തായാലും ഇപ്പോഴും അകത്ത് ചെറിയ തോതിലുള്ള സ്പാർക്കുണ്ട്. അത് അണച്ച് പൂർണ്ണമായും ഈ പ്രദേശം ആ രീതിയിൽ തന്നെ പ്രശ്നബാധിത അല്ലാത്താക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അഗ്നിരക്ഷാസേന ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി രാഗൻ, എന്തായാലും ഈ ഒരു തീ പൂർണ്ണമായും അണയ്ക്കാറുള്ളത്, അതായത് ഇപ്പോൾ ആശങ്ക ഒഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. പക്ഷേ ചെറിയ സ്പാർക്ക് ഇപ്പോഴും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഈ സാധനങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും പുക ഉയരുന്ന ഒരു അവസ്ഥയുള്ളത്. എന്തായാലും വലിയൊരു അപകടമാണ് ഒഴിവായത്. രാഗിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സ് യൂണിറ്റിന് സ്ഥലത്തെത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലയിടങ്ങളിലും ഇത്തരം അപകടം ഉണ്ടാകുമ്പോൾ ഇടുങ്ങിയ വഴികളിലൂടെയൊക്കെ ഫയർഫോഴ്സിന് എത്തിച്ചേരാൻ വലിയ പ്രയാസം ഉണ്ടാകുന്നത് സമയം നഷ്ടപ്പെടുത്തുകയും കൂടുതൽ തീ പടരാനും ഇടയാക്കാറുണ്ടായിരുന്നത്. ഇപ്പോൾ ഇത് നഗരമധ്യത്തിൽ തന്നെയാണ് ഈ ഒരു കെട്ടിടം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സ് സംഘത്തിന് എത്തി തീ അണയ്ക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ആയി തന്നെ കാണണം. എന്തായാലും ഇപ്പോൾ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ആശങ്ക ഒഴിഞ്ഞു എന്ന് തന്നെ പറയാം. തുടക്കഘട്ടത്തിൽ നമ്മൾക്കേറെ ആശങ്കയുണ്ടായിരുന്നത് ഇതിന് ചുറ്റും ധാരാളം കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നു. അത് വലിയ ആശങ്കയുണ്ടാക്കിയിരുന്നു. ഇതിന്റെ തൊട്ടുപുറകിൽ തന്നെ ഒരു വീടുണ്ടായിരുന്നു. അപ്പോൾ സംഭവ സ്ഥലത്ത് എത്തിയ ഉടൻ തന്നെ ഫയർ യൂണിറ്റ് ഇവരെ മാറ്റുകയും ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ ഒരു തീ പൂർണ്ണമായി
പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ സാധനങ്ങൾ മാറ്റുന്ന വേളയിൽ പുകയുയരുകയും ചെറിയ സ്പാർക്ക് ഉണ്ട്. അപ്പോൾ അതുകൂടി അണയ്ക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പുലർച്ചെ 3 മണിക്കാണ് ഈ ഒരു അപകടമുണ്ടായത്. പത്രമെടുക്കാൻ പോയ ആളാണ് ഈ തീ പിടിക്കുന്നത് ആദ്യമായിട്ട് കണ്ടത്. അപ്പോൾ തന്നെ അയാൾ പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിക്കുന്നുണ്ടായിരുന്നു. 9 യൂണിറ്റുകൾ സ്ഥലത്തെത്തിയാണ് ഈ ഒരു തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുള്ളത്. കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരാൻ കഴിഞ്ഞത് വലിയൊരു അപകടമാണ് ഒഴിവാക്കാൻ സാധിച്ചത്. ഉടമയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ നമ്മൾ കേട്ടിരുന്നു. എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. ചില സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. എല്ലാ ദിവസവും മെയിൻ സ്വിച്ച് ഓഫാക്കിയ ശേഷമാണ് കടയുടമ കടയടച്ച് പോകാറുള്ളത്. അതുകൊണ്ട് തന്നെ ഷോർട്ട് സർക്യൂട്ടിന്റെ സാധ്യത അദ്ദേഹം തുടക്കത്തിൽ തള്ളിക്കളയുന്നുണ്ട്. മോഷണ ശ്രമം നടന്നിട്ടുണ്ടാകാം, അതിന്റെ ഭാഗമായിട്ടാകാം എന്നൊരു സംശയം കൂടി പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ അത് നമുക്ക് സ്ഥിരീകരിക്കാനാകില്ല. മറ്റ് പരിശോധനകളൊക്കെ നടക്കേണ്ടിയിരിക്കുന്നു. എന്താണ് സംഭവിച്ചത്, ഈ തീപിടുത്തം എങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്, പുക ഉയരുന്നുണ്ട്. അപ്പോൾ ഈ പുക ഉയരുന്നത് ഈ ഒരു സാധനങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു വേള കൂടിയാണ് ഇപ്പോൾ. അപ്പോൾ എന്തായാലും പൂർണ്ണമായിട്ടും ഈ ഒരു സാധനങ്ങളെല്ലാം പുറത്തേക്ക് എടുക്കേണ്ടതുണ്ട്. അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.